എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഗൾഫ് ജീവിതത്തിനെ കുറിച്ചുള്ളത് കാണുന്നുണ്ടല്ലോ. ഗൾഫ് ലൈഫിൽ നിന്നാണ് കേട്ടോ കണ്ടൻറ്റ്. പിന്നെ ഞാനിങ്ങനെ ഭ്രാന്തത്തിയുടെ വീട്ടിൽ ചെന്നല്ലോ. ഭ്രാന്തത്തിയുടെ വീട്ടിൽ ചെന്ന് അങ്ങനെ ഭ്രാന്തത്തിയുടെ ഭർത്താവ് എന്നെ ചാട്ടവാർക്കടിച്ചു ഓഫീസിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അർബിച്ചിര തറവാട് അവിടെ അടുത്താണ്, വലിയ വീടാണ്. അവിടെ ജോലിക്കാരി മേരിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വ്യാഴാഴ്ച പോവും, വെള്ളിയാഴ്ച വൈകിട്ട് അവിടെ നിന്ന് വരും. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ എൻ്റെ അർബിച്ചിയുടെ ആങ്ങളമാർ, അർബിച്ചി മാത്രമേ പെങ്ങളുള്ളൂ, ആങ്ങളമാർ പോലീസുകാരൊക്കെയാണ്. അച്ഛൻ അമ്മ അങ്ങനെ വലിയൊരു കുടുംബമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് വ്യാഴാഴ്ച പോയി ഞാനും മേരിയും കൂടെ ഭക്ഷണം ഉണ്ടാക്കൽ കൊടുക്കൽ ഏറ്റവും മുകളിൽ 3-ാം നിലയുടെ മുകളിലാണ് ഞങ്ങൾ 11 മണിക്ക് കഴിക്കുക, 5 മണിക്ക് എണീക്കും. അങ്ങനെയാണ്. പിന്നെ ഇവർക്ക് ഈ ഒട്ടകത്തിനെ വളർത്തണ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഈ മണലാരണ്യത്തിൽ. അത് മണലാരണ്യത്തിനെ പറയുക കാട്. നമ്മുടെ അവിടെ വനത്തിനെ മരങ്ങളൊക്കെ ഉള്ള വനത്തിനാണ് കാട് എന്ന് പറയുക. അവിടെ അങ്ങനെയല്ല, മണലാരണ്യത്തിനാണ് കാട് എന്ന് പറയുക. അപ്പം അങ്ങനെ കാട്ടിൽ പോവുക. കുറേ ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് അവർ ഒട്ടകത്തിനെ വളർത്തുന്ന സ്ഥലത്തൊരു വീടുണ്ട്, അവിടേക്ക് പോട്ടാം മാസത്തിലൊരു പ്രാവശ്യം. അപ്പോൾ വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും, മേരിയും ഞാനും പിന്നെ അർബിച്ചിയുടെ ഭർത്താവും ആങ്ങളമാർ, കുടുംബം മൊത്തം ഒരു 10-50 പേരുണ്ട്, എല്ലാവരും അടക്കം. അപ്പം ഭക്ഷണം ഉണ്ടാക്കുക മേരിയാണ്. മേരി ഭക്ഷണം ഉണ്ടാക്കാൻ നേരം ആകുമ്പോഴേക്കും ഇവർ ആടിനെ തൊലിയൊക്കെ കളഞ്ഞ് വയറ് കയറി കുണ്ടിയും കുടലൊക്കെ കളഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേരി കൊല്ലംകരിയാണ് കേട്ടോ. അവൾ വലിയൊരു വട്ടയെടുത്ത് അടപ്പത്ത് വെച്ച് ഈ ആടിനെ അവർ 4 ആൾ കൂടി പൊക്കി ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കും. വട്ടയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞ് ഉപ്പിടുക, ഒരു കഷ്ണം സബോളയുടെ, ഒരു കഷ്ണം തക്കാളി ഇടുക, അത്രയ്ക്കുള്ളൂ. അതങ്ങോട്ട് ഉപ്പിട്ട് വേവിച്ച് അതിനെ മാറ്റി വെച്ചിട്ട് ആ വെള്ളത്തിലൊരു ഇത്രയും ആൾക്കാർക്ക് ഒരു 2-3 കിലോ ബസ്മതിയുടെ അരി ആ വെള്ളത്തിലിട്ട് വറ്റിച്ച് കഴിഞ്ഞ് കുറച്ച് സലാഡ് ഉണ്ടാക്കിയ ഭക്ഷണ പരിപാടി കഴിഞ്ഞ് അങ്ങനെ മേരിയാണ് അതങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ദിവസം മേരിയുടെ അടുത്ത് ചെന്നപ്പോണ്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട അടുത്തുള്ള ഒരു മോഹിനി അവിടെ അടുത്തൊരു വീട്ടിലിട്ടാ, എനിക്കതറിയില്ല. അപ്പം ഞാൻ മേരിയോട് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മേരി എൻ്റെ കൂടെ ഒരു മോഹിനി വന്നിട്ടുണ്ടായിരുന്നു, എവിടെയാണാവോ എന്ന് പറഞ്ഞു. മേരി പറഞ്ഞു ഇവിടെ അടുത്തൊരു മോഹിനി ഉണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ഇനി കാണാൻ എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു കാണാം, അവൾ വൈകിട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കും. പിന്നെ ഇവള് വന്നു കഴിഞ്ഞ് എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കലും, എനിക്ക് ഈ അറബിച്ചിയുടെ തല്ലും ദുരിതവും അല്ലാതെ കൂടിയല്ല. അറബിച്ച സമ്മതിക്കില്ല ആരോട് വർത്താനം പറയാനൊന്നും, എപ്പോഴും ലൈലോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ സങ്കടമൊക്കെ ഞാൻ മോഹിനോട് പറഞ്ഞ് കരയിട്ടാണ്. അപ്പോൾ അവൾ നിൽക്കുന്ന വീട്ടിൽ ആട്ടങ്ങളെ മേയ്ക്കലാണ് അവളുടെ പണി. ആട്ടങ്ങളെ മേയ്ക്കുക, പിന്നെ പാല് കറന്നു കഴിഞ്ഞാൽ ഒട്ടകത്തിനെ കറക്കണ പാലും ആടിനെ കറക്കണ പാലൊക്കെ ആട്ടി തൈരുണ്ടാക്കുക, അതിൻ്റെ വെണ്ണ മാറ്റി വെച്ച് തൈരുണ്ടാക്കലൊക്കെ അവൾക്ക് പണി, വീട്ടിലെ പണിയുണ്ട്. ഞാനും മേരിയും കൂടെ ഇങ്ങനെ വ്യാഴം വെളിയിലത്തെ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അറബിച്ചക്കന്മാർ പറഞ്ഞു, അറബികൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇന്ന് ലൈലിയും മേരിയും കൂടെ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഞങ്ങൾ തൊട്ട റൂമിൽ ഇരിക്കാമല്ലോ. അപ്പോൾ മേരി പറഞ്ഞു നിങ്ങളുണ്ടാക്കും. മേരിക്ക് ദേഷ്യം വന്നു, ഞാനല്ലേ ഉണ്ടാക്കാതെ, ഇന്നിപ്പോൾ എന്താ നിങ്ങളുണ്ടാക്കണം എന്നുള്ള ദേഷ്യം വന്നിട്ട് വാതിലടച്ച് ഞാനും അവളും കൂടെ മുറിയിലകത്തിരുന്നു. ഇവർ വലിയ വട്ടയെടുത്ത് കിടന്ന് ആടിനെയൊക്കെ ഇറക്കി വെച്ച് എല്ലാം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടപ്പത്ത് വെച്ച് ഗ്യാസുമ്മ വലിയ അടുപ്പാണ്, അതിനങ്ങോട്ട് വെച്ചിട്ട് ഇവരിവിടെ മജിലസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവർക്ക് ഇരിക്കാനുള്ളത്. അതിൽ പോയി അവർ കഥ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഭാര്യമാരും മക്കളും 10-50 പേരുണ്ട്, സ്ഥലം പറഞ്ഞിരിക്കുക. അപ്പോൾ മേരി പറഞ്ഞേടി നമുക്കൊരു കാര്യം ചെയ്യടി, നമുക്ക് ആ ആടിനെ വേവിക്കണ പാത്രത്തിൽ കുറേ ഉപ്പങ്ങോട്ട് വാരിയിടുക എന്ന് പറഞ്ഞു അവൾ കിട്ടാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മേരിയെ, കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെ ഇപ്പം തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു. ആൾറെഡി മിണ്ടാണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് അടുക്കള. ഇവിടെ എന്ത് ചെയ്തു, പതുക്കെ എന്നോട് പറഞ്ഞ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ. അങ്ങനെ ഇവിടെ പതുക്കെ വാതിൽ തുറന്ന് പോയി കുറേ ഉപ്പങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടു. വാരി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരുന്നു.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പോയി ഇത്തിരി വാരിയിട്ടേന്ന് പറഞ്ഞു. ഞാനും പോയി കുറച്ച് ഉപ്പ വാരിയിട്ട് അങ്ങോട്ട് വാരിയിട്ടിട്ട് അവരറിയണില്ലല്ലോ. വാരിയിട്ടിട്ട് അവരിങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആടിനെ വെന്തോന്നും പറഞ്ഞ് 4 ആളും കൂടെ ആടിനെ പൊക്കി മാറ്റി വലിയൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ്. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇവരാണെങ്കിൽ തന്നെ 3-4 ബസ്മതിയുടെ അരി കൊണ്ടൊന്ന് കഴുകി വെള്ളത്തിലിട്ട് അങ്ങനെ വറ്റിക്കൽ കഴിഞ്ഞ് അവർ തന്നെ സലാഡും അരിഞ്ഞു. ഞങ്ങളെ അടുപ്പിക്കണില്ല. എനിക്ക് സന്തോഷമാണ്, പക്ഷെ മേരിക്ക് ദേഷ്യം, അവളല്ലേ ചെയ്യാറ്. അങ്ങനെ ചെയ്തുട്ടാ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് വലിയ പാത്രത്തിലാക്കി അവരെന്നെ കൊണ്ടുപോയി. ആദ്യം ആണുങ്ങൾ കഴിക്കും, എല്ലാവരും ഇരുന്നൊരു പാത്രത്തിൽ നിന്ന് കഴിക്കും. ഒരു കത്തിയും ഒരു മുള്ളുകുത്തിയും വെക്കും. കത്തി കൊണ്ട് ആടിൻ്റെ ഒരു കഷ്ണം മുറിക്കും, മുള്ളുകുത്തിയോട് കുത്തിത്തീനെ, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് വെച്ച് കൊടുക്കും, കുട്ടികൾക്കും. അവരെ കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് കിട്ടാം, ജോലിക്കാർക്ക്. അങ്ങനെ ഇവർ പാത്രത്തിൽ ചോറൊക്കെ പരത്തി ആടിനെ കൊണ്ടുവച്ചിട്ടേ ഇവർ ബിസ്മില്ല എന്നും പറഞ്ഞത് തിന്നാൻ തുടങ്ങി. ഉപ്പ് കക്കാത്തുപ്പുക. പിന്നെ അവരങ്ങോട്ട് എണീച്ചു. പെണ്ണുങ്ങളെ അങ്ങോട്ട് തുടങ്ങി ചീത്ത പറയാം, നിങ്ങൾ ഉപ്പ് വാരിട്ടോ, നെയ്യ് ഉപ്പിട്ടോ. ഇവർ പറയും ഞങ്ങളാരും ഉപ്പിട്ടിട്ടില്ല എന്ന്. തമ്മിൽ വഴക്ക് അടിക്കണില്ല, തമ്മിൽ വഴക്ക് നടക്കുക. ഞങ്ങളൊന്നും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുക, തമ്മിൽ വഴക്ക് നടക്കുക. ഇത് എന്തായാലും ആരെങ്കിലും ഉപ്പിട്ട് എൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ പറയാണ്ടാന്ന്. അവർ ഗംഭീര വഴക്ക്. തിന്നാൻ പറ്റണില്ലേ, ഇവരെന്താ ചെയ്ത് ഈ ആടിനെ തിന്നാൻ പറ്റണില്ല. അങ്ങനെ ഈ ചോറൊക്കെ ഞങ്ങളെ മാറ്റി വെച്ച് ഈ ആടിനെ ഇട്ട് ഒരു പാത്രത്തിൽ വെള്ളമാക്കി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് മേരിയുടെ അടുത്ത് വന്നു. മേരിയെ തെറ്റ് പറ്റിയിട്ടാണ് ഞാൻ മേരിയെ കൊണ്ട് വെപ്പിക്കാണ്ട് ഞങ്ങൾ വെച്ചതാണ്. ഒരു കാര്യം ചെയ്യുമോ, ഈ ആടിനെ കഴുകിയിട്ട് വീണ്ടും ഉപ്പിടാണ്ട് വെള്ളത്തിലിറക്കി വെച്ചിട്ട് വേവിക്കിയിട്ട് എന്നിട്ട് മാറ്റിയിട്ട് ബസ്മതിയുടെ അരിയിട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അവളും കൂടെ ആടിനെ വീണ്ടും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പ് കുറച്ച് പിന്നെ അങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വരിക വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറബിച്ചും കൂടെ തല്ലിവിടും. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം 5 മക്കളെ ഇപ്പോൾ പ്രസവം നിർത്തി നമ്മുടെ നാട്ടിൽ വന്ന് നിർത്തിയതാണ്. അവിടെ നിർത്തില്ല, നാട്ടിൽ വന്ന് നിർത്തി. പിന്നെ ഇവൾക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ പ്രസവിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് പിന്നെയും പ്രസവിക്കണം. അങ്ങനെയായിപ്പോൾ ഇവൾ തിരിച്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇന്ത്യയിൽ വന്നു. ബോംബെയിൽ വന്ന് ഒരാഴ്ചക്ക് വന്നു, തിരിച്ച് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഈ ജംഗലിൽ എന്ന് പറഞ്ഞാൽ മണലാരണ്യത്തിലെ പകുതിയിലെത്തിയപ്പോൾ ഒരു കുട്ടിക്ക് അപ്പിടണം. അപ്പോൾ അപ്പിടാൻ കയറി. അങ്ങനെ അപ്പിട്ട് കഴുകി കഴിഞ്ഞപ്പോൾ ഇവള് പറയാ, ബോംബെ കാണണം, ബോംബായി അയ്യേ ഇന്ത്യ രാജ്യം കച്ചറ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യം കച്ചറ, നിൻ്റെ മോൻ എവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഇരിക്കണത് എന്ന് ചോദിച്ചാൽ. അങ്ങനെയൊക്കെ ഞങ്ങൾ തല്ലൂടിട്ടാ. അങ്ങനെ തല്ലൂടി. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കുറേ ഉണ്ട് കേട്ടോ അവിടെ അങ്ങോട്ട് പറയാൻ. ഇത്രയും നിങ്ങൾ കേട്ടതിൽ നന്ദി. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും എല്ലാം ചെയ്യണം കേട്ടോ. ഗൾഫ് ലൈഫ് എന്നാണ് കേട്ടോ കണ്ടിട്ട് അന്ന് സബ്സ്ക്രൈബ് ചെയ്യലും എല്ലാം ചെയ്തോളൂ കേട്ടോ. നന്ദി, നമസ്കാരം കേട്ടോ.